കണ്ണൂരിൽ ബോംബ് സ്ഫോടനങ്ങൾ ആവർത്തിക്കുന്നതായി നിയമസഭയിൽ സംബന്ധിച്ച് മുഖ്യമന്ത്രി. എരഞ്ഞോളിയിൽ വയോധികൻ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന് കുറ്റപ്പെടുത്തിയില്ലെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ CPM എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 2 നേതാക്കന്മാർ നയിക്കുന്ന ഗ്രൂപ്പുകളുടെ ക്രിമിനൽ സംഘമാണ് ഇതിനെല്ലാം പിന്നിൽ എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. തലശ്ശേരി എരഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വേലായുധൻ എന്ന വയോധികൻ മരിച്ച സംഭവം അടിയന്തര പ്രമേയമായി ഉന്നയിച്ച പ്രതിപക്ഷം CPMന്റെ അക്രമ രാഷ്ട്രീയം തുറന്നു കാട്ടാനുള്ള അവസരമാക്കി. കണ്ണൂരിൽ കുഴപ്പങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സമ്മതിച്ചു. ദൗർഭാഗ്യകരമാണ്. ബോംബ് നിർമ്മാണം തടയാൻ പോലീസ് വ്യാപക പരിശോധനകളിലാണ്. മുഖം നോക്കാതെ നടപടി ഉണ്ടാകും. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ ആരോപണങ്ങളില്ലാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ മറുപടി. എന്നാൽ CPMന് പങ്കുള്ള മുൻകാല സ്ഫോടനങ്ങൾ അക്കമിട്ട് നിരത്തി പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. എരഞ്ഞോളി സ്ഫോടനം ഒറ്റപ്പെട്ട സംഭവമല്ല. തെളിവ് നശിപ്പിക്കാനും ബോംബ് നിർമ്മാണത്തിനും പോലീസ് ഒത്താശയുണ്ടെന്ന് പ്രതിപക്ഷം കടന്നാക്രമിച്ചു. പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഇതവിടെ കൊണ്ടുവച്ച ആളുകൾ തന്നെ സംഭവ സ്ഥലം വളഞ്ഞ് അവിടെ ബാക്കി എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ, കൂടുതൽ ബോംബുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് ഉടച്ചു മാറ്റി തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷമാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നത്. കണ്ണൂർ CPMലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായാണ് ബോംബ് നിർമ്മാണമെന്ന് VD സതീശൻ ഒരു പടി കടന്നാക്രമിച്ചു. ബോംബ് നിർമ്മാണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തവൻ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നവനാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ ഏത് സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയും. ഇവിടെ സണ്ണി ജോസഫ് പറഞ്ഞു. എന്നിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരുടെ കുടുംബത്തെ സഹായിക്കും. അപ്പൊ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഏർപ്പാടല്ലേ ഇത്? ഇതോടെ K സുധാകരനെ ഉന്നമിട്ട് കോൺഗ്രസിനെതിരെ മുൻകാല സംഭവങ്ങൾ നിരത്തി മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണം. DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ. ഇത് പുക മാത്രം വരുന്ന ബോംബ്, ഇത് മാരകമായ ശേഷിയുള്ള ബോംബ്, 3-4 തരം ബോംബ് ഇങ്ങനെ കാണിക്കുകയായിരുന്നു. അത് DCC ഓഫീസിലായിരുന്നല്ലോ. തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ CPM ആണെന്ന് BJP രംഗത്തെത്തി. സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള CPM ശ്രമത്തിന് പോലീസ് ഒത്താശ ചെയ്യുന്നുവെന്ന ആരോപണമാണ് UDFും BJPയും ഉന്നയിക്കുന്നത്. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്. നിയമസഭയിൽ കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം ചർച്ചയായതിന് പിന്നാലെ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി പോലീസിന്റെ പരിശോധന നടക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലെ വിവരം. എരഞ്ഞോളിയിൽ ആരാണ് ബോംബ് കൊണ്ടുവന്ന് വെച്ചത് എന്ന് കണ്ടെത്താൻ പക്ഷേ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. ബോംബ് പൊട്ടി നിരപരാധികൾ കൊല്ലപ്പെടുമ്പോഴും ആരാണ് ബോംബ് നിർമ്മിച്ചതെന്നോ ഇവിടെ കൊണ്ട് ആര് ബോംബ് ഉപേക്ഷിച്ചതെന്നോ കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ഇന്നലെ ഈ വീട്ടിൽ വെച്ചാണ് ബോംബ് സ്ഫോടനം നടന്നത്. ഒരു പ്രായമായ, അതായത് 80 വയസ്സ് പ്രായമുള്ള ഒരു വയോധികൻ ഈ പറമ്പിലെത്തി ഇവിടെ നിന്നും തേങ്ങ ശേഖരിച്ച് പോകുന്നതിനിടയിലാണ് ഈ സ്റ്റീൽ പാത്രം കിട്ടുകയും ആ സ്റ്റീൽ പാത്രവുമായി ഈ മുറ്റത്തേക്ക് പോവുകയും ചെയ്തത്. ഇതൊരാൾ താമസമില്ലാത്ത വീടാണ്. ഈ മരിച്ച ചേട്ടൻ്റെ വീട് കുറച്ചപ്പുറത്താണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തി ഇത് പൊട്ടിക്കുന്നതിനിടയിലാണ് ഈ സ്ഫോടനം നടക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് മരണം സംഭവിക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണം എവിടെയും എത്തുന്നില്ല എന്നതാണ്. നേരത്തെ പാട്യം പത്തായിക്കുന്നിലാണ് ഒരു ആക്രി കച്ചവടക്കാരനായ ആസാം സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അതും ഇതേപോലെ ആക്രി ശേഖരിക്കാൻ പോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ അത് ബോംബാന്ന് അറിഞ്ഞില്ല, സ്റ്റീൽ പാത്രമായിരുന്നു, അങ്ങനെ പൊട്ടിത്തെറിച്ചത്. സമാനമായ രീതിയിൽ വീണ്ടും സംഭവിക്കുന്നു എന്നതാണ്. പണ്ട് ധാരാളം നാളുകൾക്ക് മുമ്പ് കണ്ണൂരിൽ ഇത്തരം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടൊരു ഇടവേള സംഭവിച്ചു. പക്ഷേ ഇപ്പോഴും വീണ്ടും സംഭവിക്കുന്നതെന്നാണ്. ഏറ്റവും ഒടുവിൽ പാനൂരിലെ ബോംബ് സ്ഫോടനം ഓർമ്മയിലുണ്ട്. അന്ന് പോലീസ് പറഞ്ഞത് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ്. പക്ഷേ ഈ അന്വേഷണങ്ങളൊന്നും തന്നെ എവിടെ എത്തുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ന്യൂമാഹിയിൽ ബോംബേറുണ്ടായി വീടിന് നേരെ. അതുകൊണ്ട് കണ്ണൂരിലെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും ബോംബ് നിർമ്മാണം ധാരാളമായി നടക്കുന്നു. ആ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഇത് ആരാണെന്ന് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല എന്നതാണ്. ഏതായാലും ഈ സംഭവത്തിലും ആര് ബോംബ് നിർമ്മിച്ചെന്നോ ആരിവിടെ കൊണ്ട് ഉപേക്ഷിച്ചെന്നോ കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലശ്ശേരിയിൽ നിന്നും ഷാജി ചന്ദ്രപുരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.
ശ്രീ റിജിൽ മാക്കുറ്റിയും ഒപ്പം ശ്രീ എം ജയചന്ദ്രൻ നമുക്കുമുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, കണ്ണൂരിൽ ഇത് ഒരു പുതുമയുള്ള സംഭവമൊന്നുമല്ല, നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. ഇപ്പോൾ ഫെലിക്സിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ നേരത്തെയും ഇതുപോലെ ഒരാൾക്ക് സമീപകാലത്ത് പരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം മനസ്സിലുള്ളത് എൻ്റെ കുട്ടിക്കാലത്താണ് അമാവാസി എന്ന് പറയുന്ന നാടോടി ബാലന്റെ കൈപ്പത്തി അടക്കം തകർന്നു പോയത്. അത് കേരളമാകെ എന്ന് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ പേര് വരെ മാറ്റി പിന്നീട് ഇപ്പോൾ അദ്ദേഹം സർക്കാർ സർവീസിൽ തിരുവനന്തപുരത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുതിർന്ന ആളായി മാറി. ഇങ്ങനെ എത്ര പഴക്കമുള്ള കഥയാണ് കണ്ണൂരിലെ ഈ ബോംബ് രാഷ്ട്രീയം എന്നത്. ഇപ്പോൾ നിയമസഭയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിക്കകത്ത് ഇതാരാണ് ഈ ബോംബ് ഉണ്ടാക്കിയതിനെ സംബന്ധിച്ചുള്ള ഒരു സൂചനയെക്കുറിച്ചും പറയുന്നില്ല. പകരം നേരത്തെ DCC ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പകരത്തിന് പകരം എന്ന സ്ഥിതി കണ്ണൂരിൽ ഇപ്പോഴും തുടരുന്നത് കൂടുതൽ അപകടത്തിലേക്കല്ലേ വഴിവെക്കുക? ശ്രീ ജയചന്ദ്രൻ. രതീഷ്, തീർച്ചയായിട്ടും ഈ ബോംബ് രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയം എന്നും പറയുന്നത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിന് ചേർന്നതായി ഒരാളും കണക്കാക്കില്ല. നമ്മളൊന്നും അതിനെ ഒരു കാലത്തും ഒരു തരത്തിൽ ന്യായീകരിക്കുന്നതല്ലോ. ഇപ്പോ താങ്കൾ ചൂണ്ടിക്കാണിച്ച അമാവാസ്യ സംഭവം ഉണ്ടാകുന്നത് എന്നാണ് 98-ലാണ്. 98 സെപ്റ്റംബർ ഒടുവിലാണ് അത് ഉണ്ടാകുന്നത്. ആ അമാവാസ്യ ഇപ്പൊ സർക്കാർ സർവീസിലുമാണ് ഉള്ളത്. ശരിയാണ്, അത് അമാവാസ്യക്കും ഇങ്ങനെ ഈ ആയി ബന്ധപ്പെട്ടവർക്കുന്നതിനിടെയാണോ സംഭവിച്ചത്. തൊട്ട് പിന്നാലെ മറ്റൊരു സെപ്റ്റംബറിൽ, അതായത് 2 വർഷം കഴിഞ്ഞിട്ട് 2000-ലാണ് മറ്റേ നമ്മുടെ അസനയ്ക്ക് കാലുകൾ നഷ്ടപ്പെടുന്നത്, ബോംബുകൾ നഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി ചാരാൻ എളുപ്പമാണ്. ഇപ്പൊ ഇന്ന് നിയമസഭയിൽ ഉണ്ടായതൊക്കെ അതിന് തന്നെ തെളിവാണല്ലോ. ഞാൻ അതിൻ്റെ അകത്ത് CPM-നെ ചാരിയോ ചാരാതെയോ, കോൺഗ്രസിനോ BJP-യോ ചാരിയോ ചാരാതെയോ സംസാരിക്കുന്ന ആ ഒരു നിലപാടിലല്ല ഞാൻ ഇക്കാര്യത്തിൽ ആരും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നതും നേരത്തെ ചെയ്തിട്ടുള്ളതും. പാനൂർ കേസിൽ ഞാൻ അത് തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. മാതൃഭൂമിയിൽ തന്നെ ഞാൻ അന്ന് രാത്രിയിലത്തെ ചർച്ചയിൽ വന്നിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ ഇതിനകത്തൊക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ മുഖ്യമന്ത്രി സൂചിപ്പിച്ച DCC ഓഫീസിലെ ബോംബ് പ്രദർശനം, അത് ഇന്ത്യ ടുഡേയുടെ വാർത്താ സംഘത്തിന് മുമ്പിലാണേ DCC ഓഫീസിൽ വെച്ച് പുക മാത്രം വമിക്കുന്ന ബോംബ്, ആളെ പേടിപ്പിക്കാനുള്ള ബോംബ്, ആളെ കൊല്ലാനുള്ള ബോംബ്, ഈ 3 തരം ബോംബുകൾ ഇന്ത്യ ടുഡേ വാർത്താ സംഘത്തിന് മുമ്പിൽ DCC നേതാക്കൾ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇന്ത്യ ടുഡേ വിശദമായ കവർ സ്റ്റോറിയാക്കുകയൊക്കെ ചെയ്തത് ഞാനൊന്നും മറന്നിട്ടില്ല. നിങ്ങളുമൊക്കെ ഓർക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രയോ സംഭവങ്ങൾ നിരന്തരമായി കണ്ണൂരിൽ നിന്ന് വരുന്നു. ഇതിൽ നിന്ന് ആകത്തുകയിൽ മനസ്സിലാക്കി, ഇതാരും ആയിക്കോട്ടെ, ആരായാലും ശരി, അത് കുറ്റകൃത്യം തന്നെയാണ്, ക്രിമിനൽ നടപടിയാണ്, നമ്മുടെ നാടിന് ചേരാത്തതുമാണ്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്ത് CPM-ൻ്റെതാണ് ബോംബ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ പറയുന്നുള്ളത്, അല്ലെ സണ്ണി ജോസഫ് ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് മനസ്സിലാക്കുള്ളത് അവർക്കറിയാമായിരിക്കാം. ഏതായാലും ഇതിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കണ്ണൂര് സമാധാനപരമായ അന്തരീക്ഷം കുറെ കാലമായിട്ട് നിലനിൽക്കുന്നൊരു ജില്ലയായിട്ട് കണ്ണൂരിനെ എല്ലാവരും വിലയിരുത്തരുതെങ്കിലും പഴയ ബോംബ് രാഷ്ട്രീയത്തിലേക്ക് കണ്ണൂർ തിരിച്ചു പോവുകയാണെന്നുള്ള സംശയമാണ് ഈ ഒരു പാവപ്പെട്ട വൃദ്ധൻ. അദ്ദേഹത്തിന്റെ മകൻ CPI-യുടെ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടെയാണ്. പക്ഷെ CPI ഒരു കാലത്തും ഈ കോൺഗ്രസും CPM-ഉം BJP-യും ഈ ബോംബ് രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരുന്ന കാലത്തും CPI-യുടെ പേരൊന്നും ആരും അതിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല, വലിച്ചടിച്ചിട്ടുമില്ല. അവരെ അത്തരം കാര്യങ്ങൾ ഇടപെടുന്നവരായി ചിത്രീകരിച്ചിട്ടുമില്ല. ഏതായാലും ഭാഗ്യവശാൽ ഇതുവരെ അങ്ങനെ CPI-യുടെ നേരെ ആരോപണക്കാരിൽ ഉണ്ടായിട്ടുമില്ല. നല്ല കാര്യമെന്നാണ് വിചാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മകൻ CPI ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്നുള്ള വാർത്തകളിൽ നിന്ന് അറിഞ്ഞ വിവരം മാത്രമാണ് ഞാനും പങ്കുവയ്ക്കുന്നത്. വേലായുധന്റെ മകൻ KK ഹരീഷ് എരഞ്ഞോളിയിലെ CPI-യുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്നാണ് അവിടെ വന്ന വാർത്തകളുടെ വിവരം. മാത്രമല്ല ഈ വീട് ഒരു 4 വർഷമായി അടഞ്ഞു കിടക്കുകയാണ്. കേസുവിന്റെ രൂപീകരണ കാലത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് പദവിയിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വീടാണ്, കുടുംബ വീടാണ്. സമീപത്തുള്ളതാണ്. നാട്ടുപുറമാകുമ്പോൾ സ്വാഭാവികമാണല്ലോ അത് വഴി പോകുമ്പോൾ പ്രത്യേകം കിടക്കുകയാണെങ്കിൽ എടുത്തിടുകയോ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒന്നും അറിയാതെ ഒരു മനുഷ്യൻ ചെന്നൊരു പാത്രം കണ്ടത് എന്താണ് എന്നറിയാൻ വേണ്ടി തുറന്നു നോക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു. ഇത് കണ്ണൂരിലെ ആദ്യ സംഭവമല്ല. അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ അപകടത്തിൽ പെട്ടുപോയതും. തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഓടിയെത്തി ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും കഥ കഴിഞ്ഞിരുന്നു, ജീവൻ നഷ്ടമായിരുന്നു. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM-ലേക്ക് ആരോപണത്തിന്റെ വിരൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നേരത്തെ അങ്ങ് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം കാര്യം പറഞ്ഞല്ലോ. ഏറ്റവും സുസജ്ജമായ സംഘടനാ സംവിധാനം എപ്പോഴുമുള്ള കണ്ണൂർ, അവിടെ പാർട്ടി തീരുമാനിച്ചാൽ നടപ്പാവുന്ന കാര്യമാണ്. അത് എന്ത് തന്നെയാലും അക്രമം നടത്താനുള്ള സംഘടനാ ശേഷിയുണ്ട്. അക്രമം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതിനുള്ള സംഘടനാ ശേഷിയുണ്ട്. അപ്പോൾ സ്വാഭാവികമല്ലേ ഇങ്ങനൊരു വലിയ പ്രദേശത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും ആരാണ് ഈ ബോംബിന് പിന്നിൽ എന്ന് പറയാൻ കഴിയാതെ വരുന്നിടത്താണ് ഈ പലവിധ സംശയങ്ങൾ ബലപ്പെടുന്നത്. അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ആരാണെന്ന് പറയാൻ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് രതീഷ് ആരോപിക്കുമ്പോൾ, രതീഷ്, ഞാൻ അങ്ങോട്ടൊന്നും തിരിച്ചൊന്നും ഒരു സംശയം ഉന്നയിച്ചോട്ടെ. അതായത്
ഈ പിന്നെ ഇപ്പൊ കോൺഗ്രസ് നേതാവിന്റെ മോഹൻദാസിന്റെ വീട്ടിലാണ് ഇത് സംഭവം ഉണ്ടായത്. അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തല്ലോ. നമ്മളൊരു സാധാരണ നിലയിൽ ചിന്തിക്കുമ്പോൾ, താങ്കൾ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ തന്നെ നിന്നോട് ചിന്തിക്കുമ്പോൾ, കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ CPM-കാർ ബോംബുണ്ടാക്കി ഉള്ള ചരിത്രമൊന്നും കേട്ടിട്ടില്ല ഇതുവരെ. ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ടിന്റെ ചരിത്രം എടുത്താൽ പിന്നെ 10 പേരോളം അവിടെ മരിച്ചിട്ടുണ്ട് ബോംബ് സ്ഫോടനത്തിൽ തന്നെ. കണ്ണൂർ ജില്ലയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ പരിക്കേറ്റവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 100-ൽ പരം ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അപ്പോഴൊക്കെയും CPM-ന്റെ കേന്ദ്രങ്ങളിൽ CPM-ഉം, കോൺഗ്രസിന്റെ കേന്ദ്രങ്ങൾ കോൺഗ്രസും, BJP-യുടെ കേന്ദ്രങ്ങൾ BJP-യും ബോംബ് നിർമ്മിക്കുന്ന പരസ്പര ആരോപണങ്ങൾ ഓരോരോ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴും ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് പുതിയൊരു വാദമായിട്ടാണ് ഉന്നയിക്കുന്നത്, ഇത് CPM-ന്റേതാണ് എന്ന് പറയുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, താങ്കളുടെ ചോദ്യത്തിന് നേരെ ഒരു സംശയം ഞാൻ ഉന്നയിക്കുന്ന ഇതാണ്, CPM-ന്റേതാണ് ഇത് എന്ന് പിന്നെ ആ ഒരു സങ്കല്പത്തിലാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ, അങ്ങനെ ഒരു സംഭവം സാധ്യത കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണോ CPM തേടുക അല്ലെങ്കിൽ ചെയ്യുക? ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, ശ്രീ മോഹൻദാസ് മരിച്ചതിന് ശേഷം ആ വീട്ടിൽ മറ്റാരും ഇല്ല എന്നതാണ് ഈ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളിൽ നിന്ന്, വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ആമുഖമായി ശ്രീ ജയചന്ദ്രനിലേക്ക് പോയത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൊതുവിൽ മുന്നോട്ട് വയ്ക്കുന്ന വിശദീകരണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. റിജിൽ മാക്കുറ്റി യാത്രയിലാണ് എന്ന് എനിക്കറിയാം. തലശ്ശേരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തോ രാഷ്ട്രീയ പരിപാടികളൊക്കെ, നിങ്ങൾ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്, അവിടേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് CPM-നെതിരെ ഈ ആരോപണം കൊണ്ടുചെന്ന് കെട്ടുക എന്ന ചോദ്യമാണ് ശ്രീ ജയചന്ദ്രൻ ചോദിക്കുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് CPM-നെതിരെ നേരിട്ട് ആരോപണം ഉന്നയിക്കുകയായിരുന്നു. എങ്ങനെയാണ് പഴയ കോൺഗ്രസ് നേതാവിന്റെ വീട്ടുവളപ്പിൽ ഒരു ബോംബ് വരികയും അത് CPM-ന്റെ തലയിൽ കെട്ടിവെക്കാൻ കഴിയുകയും ചെയ്യുക എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീ രതീഷ്, യഥാർത്ഥത്തിൽ തലശ്ശേരിയിലും കൂത്തുപറമ്പിലും പാനൂരിലൊക്കെ നടക്കുന്ന ബോംബ് സ്ഫോടനത്തെ കുറിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ അതിന്റെ പിറകിൽ നിൽക്കുന്ന ഒരു CPM ആണെന്നെ സംബന്ധിച്ച് തർക്കമില്ല. ഇപ്പൊ എരഞ്ഞോളി നടന്ന സംഭവം തന്നെ, അത് ശ്രീ മോഹൻദാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ പഴയ KSU നേതാവ്, അദ്ദേഹം മരണപ്പെട്ടിട്ട് വർഷങ്ങളായി. അദ്ദേഹം വീട് പൂട്ടിക്കിടക്കുകയാണ്, അവിടെ ആരും വരാറില്ല, കാട് പിടിച്ചൊരു സ്ഥലമാണ്. ആ സ്ഥലം എന്ന് പറയുന്നത് CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. CPM-ന് അതിശക്തമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അവരുടെ ഒരു പാർട്ടി കോട്ടയാണ്. ക്രിമിനലുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. അവിടെയാണ് ഈ ബോംബ് നിർമ്മിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ബോംബാണ് ഈ വയോധികനായി പാവപ്പെട്ട 85 വയസ്സുള്ള ശ്രീ വേലായുധൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം തേങ്ങ പെറുക്കാൻ പോയ സമയത്ത് ഇത് കണ്ട് അദ്ദേഹത്തിന് കാഴ്ച പോലും അല്പം മങ്ങലുള്ള ഒരു മനുഷ്യൻ എന്നല്ല, അദ്ദേഹം ഇത് പൊട്ടിച്ചു നോക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ സ്വാഭാവികമായി എന്തിനാണ് ഈ ബോംബ് നിർമ്മിച്ചത് എന്ന ചോദ്യത്തിന് ഈ കൊടപ്പറമ്പ് എന്ന് പറയുന്ന എരഞ്ഞോളിയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് CPM-നകത്ത് തന്നെ, പ്രത്യേകിച്ച് എരഞ്ഞോളി പ്രദേശങ്ങളിലൊക്കെ തന്നെ CPM-നകത്ത് തന്നെ വലിയ രൂപത്തിലുള്ള DYFI-ക്കാരും അതോടെ പാർട്ടിക്കാരായിട്ടുള്ള ഇവരും തമ്മിലുള്ള വലിയ രൂപത്തിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതിന്റെ ഭാഗമായി കയ്യാങ്കളിയും അക്രമത്തിലേക്കും പോയി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിന് ബദല് സ്വന്തം പാർട്ടിയിലെ എതിരാളികളെ നേരിടാൻ അവർക്ക് അറിയാം അവരുടെ ക്രിമിനൽ കപ്പാസിറ്റി എത്രയാണെന്ന്. എതിരാളികളായി നിൽക്കുന്ന പാർട്ടിക്കകത്തെ ക്രിമിനലുകളുടെ അവരുടെ കപ്പാസിറ്റി എത്രയാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കണമെങ്കിൽ ബോംബ് തന്നെ വേണമെന്നുള്ള ഈ പാർട്ടിക്കകത്ത് ആളുകൾ തീരുമാനിച്ചു, ക്രിമിനലുകൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കി ഈ ബോംബ് അവിടെ നിക്ഷേപിക്കുകയാണ്. ഇപ്പൊ ബോംബ് പല സ്ഥലത്തും വെക്കുകയാണല്ലോ. അങ്ങനെ വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഭവം ഉണ്ടായത് എന്ന് വളരെ കൃത്യമായി തലശ്ശേരിയിലെ എരഞ്ഞോളിയെ കുറിച്ച് വളരെ കൃത്യമായി അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാൻ സാധിക്കും. അവിടെ തന്നെയാണ് DYFI-യുടെ പ്രവർത്തകനായ എനിക്കൊന്ന് രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ സംഘർഷത്തിന് കൊല്ലപ്പെട്ട ഒരു സ്ഥലമാണ്. പാർട്ടിക്കകത്തിന് പെരുന്താറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ പാർട്ടിക്കകത്തുള്ള സംഘർഷത്തിന്റെ ഭാഗമായി ആ കേസിനകത്ത് പ്രതികളായവരെല്ലാം തന്നെ DYFI-ക്കാരാണ്. DYFI-യുടെയും CPM-ന്റെയും പ്രധാനപ്പെട്ട ക്രിമിനലുകളാണ്. അവരൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രജിൻ എന്ന് പറയുന്ന കണ്ണൂരിന് പുറത്തുള്ള ആളുകളെ സംബന്ധിച്ച് കോൺഗ്രസും CPM-ഉം തമ്മിൽ സംഘർഷം, അല്ലെങ്കിൽ BJP-യും CPM-ഉം തമ്മിൽ സംഘർഷം, RSS-ഉം CPM-ഉം തമ്മിൽ സംഘർഷം, ഇങ്ങനെ പരസ്പരമുള്ള സംഘർഷത്തിന്റെ വാർത്തകളും നിരവധി രക്തസാക്ഷികളുടെ നീണ്ട പട്ടികയും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കണ്ണീരിന് സമാനമാണ് എന്ന ദുസ്ഥിതി അതിൽ നിന്ന് അല്പം ഭേദപ്പെട്ട് വരികയായിരുന്നു സമീപകാലത്ത് എന്നതായിരുന്നു ഒരു ചരിത്രമെങ്കിൽ, വീണ്ടും ഈ ബോംബ് ഈ ആധുനിക കാലത്തും ഈ സോഷ്യൽ മീഡിയ കാലത്തും ബോംബിങ്ങനെ, അതും തിരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും ബോംബ് പൊട്ടുന്ന സംഭവങ്ങളടക്കം ഉണ്ടാകുമ്പോൾ ഈ CPM-ലെ 2 വിഭാഗം എന്ന പുതിയ സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? അത് അത്രത്തോളം വിശ്വസനീയമായ ഒന്നാണോ? നേരത്തെ തന്നെ പല ഇടങ്ങളിലെ ചില കൊട്ടേഷൻ ഗ്രൂപ്പുകളെയൊക്കെ CPM തള്ളിപ്പറയുന്നതും പരസ്യമായി അവർക്കെതിരെ നിലപാടെടുക്കുന്നതും കണ്ണൂരിൽ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഈ പുതിയ സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഈ CPM-നുള്ളിലെ 2 വിഭാഗങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബന്ധമില്ല എന്ന തരത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? അതിന് തെളിവുകളുണ്ടോ?
ശ്രീ രതീഷ്, ഇവിടെ കണ്ണൂരിലെ ഈ പ്രത്യേകിച്ച് തലശ്ശേരി, പാനൂർ, കൂത്തോറും മേഖലകളിലൊക്കെ തന്നെ പഴയ പോലെ രാഷ്ട്രീയ സംഘർഷം ഇപ്പോൾ ഇല്ല. ഇപ്പൊ ഇവർ തമ്മിലുള്ള ഒരു കുടിപ്പക, പ്രത്യേകിച്ച് അധികാരം കിട്ടിയപ്പോൾ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ ഇവർ വളരെ രൂക്ഷമായി വരികയാണ്. ക്രിമിനൽ സംഘങ്ങളെ പാർട്ടി നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നല്ലോ നമ്മുടെ കുന്നോത്തുപറമ്പിൽ നടന്ന ബോംബ് സ്ഫോടനം. ആ ബോംബ് സ്ഫോടനം ആർക്കെതിരെയാണ് ബോംബുണ്ടാക്കിയത്? എന്നിട്ട് പാർട്ടി പറഞ്ഞു ഞങ്ങളെ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് പ്രതികളാക്കപ്പെട്ടവരെല്ലാവരും, അതിന്റെ ശേഷം പിടിക്കപ്പെട്ട പരിക്ക് പറ്റിയ ആളുകളൊക്കെ തന്നെ അവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ CPM-ന്റെ സജീവമായ പ്രവർത്തകന്മാരല്ലേ? അവർ അതിനുമായി ബന്ധപ്പെട്ട നിരവധി കേസിന് പ്രതികളല്ലേ? ആരാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പോലും, ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ബോംബ് നിർമ്മിക്കാൻ പരിശീലനം കൊടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് CPM ആണ്. എങ്ങനെ ബോംബ് നിർമ്മിച്ച് കൊല്ലപ്പെടുകയും ബോംബ് പൊട്ടി മരിക്കുകയും ചെയ്യുന്ന ആളുകളെ വീരപരിവേഷത്തോടു കൂടി അവരെ അംഗീകരിക്കുകയാണ്, അവർ രക്തസാക്ഷികളാക്കുകയാണ്. ചെറ്റക്കണ്ടിയിൽ ബോംബ് പൊട്ടി മരിച്ചിട്ടുള്ള, കൊല്ലപ്പെട്ട് രക്തസാക്ഷികളായിട്ടുള്ള, അല്ല ബോംബ് പൊട്ടി അവിടെ മരണപ്പെട്ടിട്ടുള്ള ആളുകളെ രക്തസാക്ഷികളാക്കുന്നു എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി സ്മാരകം ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനം പാർട്ടി സെക്രട്ടറിയെ കൊണ്ട് നിർവഹിക്കാൻ തീരുമാനിച്ചു. പക്ഷെ പാർട്ടി സെക്രട്ടറി അവസാന വിവാദമായപ്പോൾ മാറിയപ്പോൾ ജില്ലാ സെക്രട്ടറി പോയി ആ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. ബോംബ് കിട്ടുമ്പോഴാണ്. ഇതുപോലെ അനവധി സംഭവങ്ങൾ കണ്ണൂരിന്റെ കൂത്തുപറമ്പിന്റെ, തലശ്ശേരിയുടെ, പാനൂരിന്റെ മേഖലകളിൽ ഈ ബോംബ് കിട്ടുമ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകൾ, ആ ആളുകൾക്ക് രക്തസാക്ഷി മണ്ഡപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കതിരൂരിലെ പുല്യോട് ഇതുപോലെ വീട്ടിനകത്ത് നിന്ന് ബോംബ് പൊട്ടി 2 ആളുകൾ മരിച്ചു. ആ മരിച്ച ആളുകൾക്ക് ഇപ്പോൾ അവിടെ സ്മാരകമുണ്ട്. അവരുടെ രക്തസാക്ഷി അനുസ്മരണം സമ്മേളനം നടത്താറുണ്ട്. അവരുടെ ഭാര്യമാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. കയ്യും കാലും പോയ പുല്ലോട്ടിന് തൊട്ടടുത്തുള്ള പുന്യത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബോംബ് പൊട്ടി കയ്യും കാലും പോയവന് പാർട്ടി ബാങ്കിൽ ജോലി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഈ ബോംബ് നിർമ്മിക്കുന്നത് വളരെ കൃത്യമായി ഒരു കുടിൽ വ്യവസായം പോലെ CPM അതോടൊപ്പം തന്നെ RSS-ഉം അത് പുറകോട്ടല്ല. ഇവർ രണ്ടുപേരും തമ്മിൽ ബോംബ് നിർമ്മിക്കുന്നുണ്ട്. പല ഇടങ്ങളിലും ബോംബ് പൊട്ടുന്നുണ്ട്. ഇതുപോലെ RSS-കാർ നിർമ്മിച്ച ബോംബുകൾ പൊട്ടി ആളുകൾ മരിച്ചിട്ടുണ്ട്. അവർക്ക് സ്മാരകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും മുൻപേ രാഷ്ട്രീയ സംഘർഷം ഉണ്ടായി എങ്കിൽ പോലും ഇപ്പോ CPM-ഉം RSS-ഉം വളരെ നല്ല ചങ്ങായിമാരായതുകൊണ്ട് ഇപ്പൊ അവർ തമ്മിൽ വലിയ സംഘർഷമില്ല. അപ്പൊ ആർക്ക് നേരിടാനാണ് ഈ ബോംബ് എന്നുള്ള വലിയ ചോദ്യമുണ്ട്. കൂത്തുപറമ്പിനകത്ത്, കുന്നോത്തുപറമ്പിൽ ഉണ്ടായ ബോംബ് സ്ഫോടനം എങ്ങനെയാ? ആരെ നേരിടാനാണ്? ആർക്കെതിരെയാണ് ആ ബോംബ് കിട്ടിയത്? തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്കെതിരെ, UDF-ന്റെ പ്രവർത്തകന്മാർക്കെതിരെ തന്നെയാണ്. അതിന് മുമ്പ് ശരി, ഏതായാലും പലവിധ സംശയങ്ങളാണ്. കൃത്യമായ ഒരു വ്യക്തത ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ സാധാരണക്കാരാണ്, പട്ടിക പരിശോധിച്ചാൽ സാധാരണക്കാരുടെ എണ്ണമാണ്. ആക്രി പറക്കാനെത്തുന്ന അസം സ്വദേശികൾ, മറ്റിതര സംസ്ഥാന തൊഴിലാളികൾ, അങ്ങനെ നിരവധി ആളുകൾ, ഇതുപോലെ പാവപ്പെട്ട ആളുകൾ, അവർക്കൊന്നും ഒരു തരത്തിലും ഈ രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്തവരൊക്കെയാണ് ഇതിനിരയാകുന്നത്. എന്താണ് കണ്ണൂരിൽ നിന്നുള്ള യാഥാർത്ഥ്യം? വളരെ വേഗത്തിൽ നമ്മൾ തിരികെ എത്തുന്നു.